ഈ ബാൽക്കണിയിൽ ചായക്കപ്പം പിടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രസ. കാറ്റിനോടും നേരെ കാണുന്ന കടലിനോടും മിണ്ടി മിണ്ടി ഇങ്ങനെ ഇരിക്കാൻ വല്ലാത്ത രസ. പക്ഷേ കുറച്ചു ദിവസമായിട്ട് മനസ്സിൽ വല്ലാത്തൊരു ചിന്ത കേറിക്കൂടിയിരിക്കുക. ഊണിലും ഉറക്കത്തിലും ഇങ്ങനെ ഓരോ ചിന്തകൾ നിറയുന്ന എന്തോ ഒന്ന്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ മഴക്കാലത്ത് മുത്തശ്ശിയുടെ അടുത്ത് പോയപ്പോ കിട്ടിയ ഒരു ഡയറി. മുത്തശ്ശിയുടെ പ്രായത്തിനേക്കാൾ അല്പം കുറവ് വയസ്സുള്ള ഒരു മുത്തശ്ശി ഡയറി. വായിക്കാനും എന്തോ തൊടാൻ പോലും സമ്മതിച്ചില്ല മുത്തശ്ശി. നമുക്ക് പിന്നെ കൗതുകം ലേശം കൂടുതലാണല്ലോ. നേരെ അതിങ്ങെടുത്തു. എന്നിട്ട് തിങ്കളാഴ്ച ഇറങ്ങേണ്ടിയിരുന്ന ഞാൻ ഒരു വലിയ നിധി കട്ടെടുത്ത വെപ്രാളത്തിൽ ശനിയാഴ്ച തന്നെ പാലക്കാട് വിട്ടു. നേരെ ബാക്ക് ടു ബാംഗ്ലൂർ. മുത്തശ്ശിയെ കുറിച്ച് പറഞ്ഞ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ചെറുപ്പം മുതലേ മുത്തശ്ശിയോട് ഞാൻ നല്ല അറ്റാച്ച്ഡ് ആണ്. ആള് നല്ല ബോൾഡാട്ടോ. എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി കാണും. അത് കാണാൻ തന്നെ ചേലാണ്. അപ്പോതേ ഈ ബാൽക്കണിയിൽ ഇരിക്കുന്നത് ആ ഡയറി തുറന്നു വായിക്കാനുള്ള ധൃതിയിലാണ്. പക്ഷേ എന്തോ വായിക്കാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. ആരൊക്കെയോ അക്ഷരങ്ങൾക്ക് കാവൽ നിൽക്കുന്ന പോലെ എന്തോ ഒരു ഭയം. ഇത് എന്റെ കഥയല്ല. എന്നെ അറിയാവുന്ന ആരുടെയും കഥയാവാൻ വഴിയുമില്ല. പിന്നെയും എന്തിനാണ് ആദ്യം നിനക്ക് ഇത്രയും പേടി? എന്നോട് തന്നെ ഞാൻ പലപ്പോഴും ചോദിച്ചു. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കുന്നത് അല്ലെങ്കിലും ചെറിയ പാടുള്ള കാര്യമല്ലേ. അതും ഒരു ഡയറിയൊക്കെ ആവുമ്പോ ഒരു ആവേശത്തിൽ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ എന്തോ വല്ലാത്ത പേടിയൊക്കെ പോലെ. ഇന്ന് എന്തായാലും അത് തുറക്കണം, വായിക്കണം. അതൊരു ചെറിയ വാശിയാണ്. നിങ്ങളും കൂടെ കാണില്ലേ? ഇതിപ്പോ നീ വായിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ ഈ ലോകം വിട്ട് പോയിട്ടുണ്ടാവും. അങ്ങ് ദൂരെ ഏതോ ഒരു മഴമേഘത്തിന്റെ കൂടെ പറന്നു നടക്കുന്ന മാലാഖയായി ഇങ്ങനെ മാറിയിട്ടുണ്ടാവും. ഞാൻ ആമി. കുറെ ചിരിക്കാനും പെട്ടെന്ന് കരയാനും ഒരുപാട് ചിരിപ്പിക്കാനും ഇഷ്ടമുള്ള പെണ്ണ്. എന്നെ ഇതിലും കൂടുതൽ നന്നായി വിവരിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ നാട് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ വായിക്കുന്ന നീ ചിരിക്കും. എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നു. കാർമേഘം അങ്ങനെ ഒന്നും മൂടാത്ത കുഞ്ഞു മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന, പുഴയും മരവും കല്ലും മണ്ണും എല്ലാം തമ്മിൽ പ്രണയിക്കുന്ന ഒരു നാട്. ഒരു 20 വീടുകൾ മാത്രമുള്ള ചെറിയ ഗ്രാമം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മാത്രമുള്ള ഒരു കുഞ്ഞു സ്വർഗം. രവിമാമനും സാവിത്രി മാമയും അബിയും അനുവും ചേരുവും കുട്ടുവും ലച്ചുവും ഒക്കെ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞ ഒരു കുഞ്ഞു സ്വർഗം. ഞാനും അച്ഛനും അമ്മയും മാത്രമായ ഞങ്ങളുടെ ഒരു ലോകവും. കൃഷിയും പശുക്കളും തേനും ഒക്കെ ആയിട്ട് എന്തെന്നറിയാത്ത ഒരു നല്ല കാലം. ഈ ലോകത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതെൻ്റെ അച്ഛനും അമ്മയാണെന്ന്. ജീവനും ജീവിതവും ഒക്കെ അവരാണ് എനിക്ക്. ഈ കാടും മലയും പുഴയും പൂക്കളും ഒക്കെ തന്നെയാണ് ഈ ആമയുടെ ജീവിതം. അതിനുമപ്പുറം ഒരു ലോകമുണ്ടെന്ന് പോലും വിശ്വസിക്കാൻ എനിക്കിഷ്ടമല്ല. രാവിലെ മുതൽ ഇങ്ങനെ പാട്ടും പാടി പേരയ്ക്ക് കടിച്ചു തിന്ന് വഴക്ക് കൂടി കാർത്തുവിൻ്റെയും അപ്പുവിൻ്റെയും കൂടെ കളിച്ചിങ്ങനെ നടക്കണം. പിന്നെ ഏറ്റവും ഭംഗിയുള്ള ഒന്ന്, ഗ്രാമത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് വായനശാലയാണ്. ഓലമേഞ്ഞ പഴയ പുസ്തകത്താളിന്റെ ശ്വാസം മുട്ടിക്കുന്ന മണം തിങ്ങി നിൽക്കുന്ന, കാലൊടിയാറായ വയസ്സൻ കസേരയും മിണ്ടി മിണ്ടി പല്ല് കൊഴിഞ്ഞ പഴയ ഡെസ്കുകളും എല്ലാം ചേർന്ന് ഒരു കുഞ്ഞിടം. ഭാർഗവൻ മാഷിന്റെ കണ്ണെത്താത്ത ഒരു കോണ് പോലുമില്ല അവിടെ. ആവി വന്ന് മൂടിയ കണ്ണാടി തുടച്ചു മിനുക്കി മാഷ് ഇങ്ങനെ ഇരിക്കും, സ്വദേശാഭിമാനിയുടെ എഴുത്തും വായിച്ച്. കണിശക്കാരനാ, പക്ഷെ ആമയെ വലിയ ഇഷ്ടാ. അല്ലേലും ആമയെ ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത് അല്ലേ? എന്നും അവിടെ പോയി ഇങ്ങനെ ഇരിക്കണം. അതിലൊരു വല്ലാത്ത ലഹരിയുണ്ട്. പുസ്തകം തിന്ന്, പുസ്തകം മണത്ത്, അത് തന്നെ ശ്വസിച്ച് ഇങ്ങനെ എല്ലാം മറന്നിരിക്കണം. ഏറ്റവും ഇഷ്ടം വാരികയിൽ വരുന്നൊരു വരയാണ്. മന്ത്രിമാരെയും പോലീസ് ഏമാമാരെയും എന്തിനു നാട്ടിലെ എല്ലാ പ്രമാണിമാരെയും കളിയാക്കുന്ന നല്ല അസല് വരയെഴുത്തുകൾ. അവ വരയ്ക്കുന്ന കൈകൾ ഉറപ്പായും നല്ല ശക്തിയുള്ളതാവണം. അല്ല പിന്നെ എങ്ങനെയാ ഇങ്ങനെ എഴുതാൻ പറ്റണേ? ഇനി എന്നെ പറ്റി പറയാനാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്ന, അതിലും പെട്ടെന്ന് കരയുന്ന, എല്ലാ കാര്യവും ലേശം വൈകി മാത്രം തലയിൽ കത്തുന്ന ഒരാൾ. ഞാൻ ജനിച്ചത് ഒരു വർഷം മറ്റൊന്നിനു വേണ്ടി വഴിമാറി കൊടുക്കുന്ന രാത്രിയിലാണ്. അതുകൊണ്ടാവണം കുറെ ഓർമ്മകളും പ്രതീക്ഷകളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നേ എൻ്റെ നെഞ്ചിൽ മുഴുവൻ. ആ വർഷം ലോകത്തുള്ള മുഴുവൻ ആളുകളും കണ്ട സ്വപ്നങ്ങളും അടുത്ത വർഷത്തിലേക്കുള്ള അവരുടെ പ്രതീക്ഷകളും ഒക്കെ എൻ്റെ നെഞ്ചിൻ്റെ ഏതോ കോണിൽ കിടക്കും പോലെ. തമാശയല്ല,
ഏതോ പട്ടണത്തിലിരുന്ന് ഒരു മാലതി അവളുടെ കാമുകനോട് പറയാൻ വെച്ച സ്നേഹം നിറഞ്ഞൊരു വിടവാങ്ങൽ മൊഴി എന്റെ ഉള്ളിലുണ്ട്. അതെന്നെ പലപ്പോഴും പിന്തുടരാറുണ്ട്. എവിടെയോ കുഞ്ഞിലെ മക്കളെ ഒരുപാട് വഴക്കു പറഞ്ഞ ഒരു അച്ഛൻ മരിക്കും മുന്നേ അവരോട് പറയാൻ ബാക്കി വെച്ച ഒരു സ്നേഹം നിറഞ്ഞ കഥ എന്റെ ഉള്ളിലുണ്ട്. തനിക്ക് ഇഷ്ടമല്ലാത്ത ആളുടെ കൂടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ തേങ്ങൽ എന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരുപാട് മറ്റാർക്കും കേൾക്കാനോ കാണാനോ വയ്യാത്ത ഒരുപാട് കഥകൾ ഇങ്ങനെ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെന്നെ ഒരിക്കലും ശ്വാസം മുട്ടിച്ചിട്ടില്ല, എന്നെ വലിഞ്ഞു മുറുകിയിട്ടില്ല. പക്ഷെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിക്കാനായി ദൂരെ ഓടി പോകണമെന്ന്. എന്തിനാണ് ഞാൻ ഇതൊക്കെ എഴുതി വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെങ്കിലും നിനക്ക് വായിക്കാൻ വേണ്ടി മാത്രമാവണം എന്ന് ഞാനങ്ങ് വിശ്വസിച്ചോളാം. അല്ലേടോ, ഞാൻ ജനിച്ച അന്ന് നല്ല മഴയായിരുന്നെന്ന് അച്ഛൻ പറയണ കേട്ടിട്ടുണ്ട്. മേഘങ്ങൾ മുഴുവൻ എന്നെ കാണാൻ താഴെ ഇറങ്ങി വന്നതാവുമെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ നെഞ്ചിലെ തീരാത്ത സ്നേഹം. അമ്മ എന്നെ ഇങ്ങനെ വാരി പുണരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ അമ്മയ്ക്ക് ഒരു വേദനയും കൊടുത്തിട്ടില്ല എന്ന്. കുഞ്ഞിലെ മുതൽ അധികം കരയാത്ത, അമ്മയുടെ മുലപ്പാലിന് വേണ്ടി പോലും വാശി പിടിക്കാത്ത ഒരു പാവം കുഞ്ഞ്. ചിലപ്പോൾ അന്ന് മുതലേ ഒന്നിനും വേണ്ടി വാശി പിടിക്കാത്തത് കൊണ്ടാവണം ഇന്ന് ഞാൻ ഇങ്ങനെ. എന്തെങ്കിലും ആവട്ടെ, കുഞ്ഞിലെ ഏറ്റവും നല്ല ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാവിലെ ഉത്സവവും മാസത്തിലൊരിക്കൽ അച്ഛൻ്റെ കയ്യും പിടിച്ച് തുള്ളിച്ചാടി അങ്ങാടിയിൽ പോണതും ഒക്കെയാ. പുഴ കടന്ന് കാട് വിട്ട് ബലൂണും തേൻമിഠായും തലയിൽ കെട്ടണ വർണ്ണ റിബണും കുഞ്ഞുടുപ്പുകളും ഒക്കെ നിറയുന്ന അങ്ങാടി കാഴ്ചകൾ. കാർത്തൂനും അപ്പൂനും ഒക്കെ കൂടെ വാങ്ങും നിറയെ തേൻമിഠായി. അതുമായി ഞാൻ വരുന്നത് നോക്കി അവർ ഇങ്ങനെ ഇരിക്കും പുഴയുടെ വക്കിൽ. പുഴ പകുതിയാകുമ്പോഴേ ഞാൻ കൈ വീശി കാണിക്കും. അത് കണ്ട് കരയിൽ അപ്പവും കാർത്തുവും ഒക്കെ തുള്ളിച്ചാടും. പിന്നെ നേരെ മലഞ്ചെരുവിൽ ചെന്നിരുന്ന് പങ്കുവെച്ച് ആ മധുരം ഇങ്ങനെ നുണഞ്ഞിരിക്കും. അപ്പ വരുന്ന കാറ്റിന് പോലും തേനിന്റെ സുഗന്ധമാണെന്ന് കാർത്തു പറയും. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇരുന്ന് ഒരുപാട് മിണ്ടും പാട്ടുപാടും. കാർത്തുവിന്റെ മുത്തശ്ശി തലേ രാത്രി പറഞ്ഞു കൊടുത്ത കഥകൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പുവിന്റെ കുറെ പ്രേതകഥകളും. അത് കേട്ട് മലയിറങ്ങാൻ പേടിയായി ഇങ്ങനെ ഇരിക്കും അവിടെ തന്നെ. നേരം ഇരട്ടി ഞങ്ങളെ കാണാണ്ട് പേടിച്ച് അമ്മയും അച്ഛനും വരും വരെ അങ്ങനെ ഇരിക്കും. പിന്നെ അവരുടെ കുഞ്ഞ് തല്ല് വാങ്ങി വഴക്ക് കേട്ട് വീട്ടിലേക്ക് ഓടും. പക്ഷെ അവരുടെ വഴക്കും ദേഷ്യമൊക്കെ കഞ്ഞി കുടിക്കാൻ മടിച്ച് പുതപ്പിന്റെ അടിയിൽ ചുരുണ്ടുകൂടി ഞാൻ കിടക്കുന്ന കാണുമ്പോഴേ മാറും. പിന്നെ കെട്ടിപ്പിടിച്ച് എണീപ്പിച്ച് ചുമ്മ തന്ന് അച്ഛൻ ഇക്കിളി കൂട്ടി എന്നെ ഇങ്ങനെ ചിരിപ്പിക്കും. പിന്നെ രാത്രി അമ്മ ഉറങ്ങിക്കഴിഞ്ഞ് ഞാനും അച്ഛനും പുഴക്കരയിലെ ഏറ്റവും പൊക്കമുള്ള പാറയിൽ ചെന്നിരിക്കും. എന്തിനാണെന്നോ? നക്ഷത്രങ്ങളോട് മിണ്ടാൻ. ചില നക്ഷത്രങ്ങൾ നമ്മളെപ്പോലെ തന്നെ ഒരു കുഞ്ഞു കുടുംബമാണെന്ന് അച്ഛൻ പറയും. ചിലര് ചീരു മുത്തശ്ശിയെ പോലെ ഒറ്റയ്ക്കാണെന്നും പറയും. ചില നക്ഷത്രങ്ങൾ വഴക്കിട്ടിരിക്കുന്ന 2 ആൾക്കാരാണെന്ന് പറയും. അച്ഛൻ പറയുന്നത് എന്തും എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം അച്ഛൻ എല്ലാം അറിയാം. അച്ഛൻ ആമിയോട് കള്ളം പറയത്തില്ല. അങ്ങനെ നക്ഷത്രങ്ങളെ നോക്കി അച്ഛൻ്റെ നെഞ്ചിൽ ഞാൻ ഇങ്ങനെ കിടക്കും. കാറ്റ് ആഞ്ഞു വീശി തണുപ്പിറങ്ങുമ്പോൾ ഒരില പൊക്കുന്ന ലാഘവത്തിൽ അച്ഛൻ എന്നെ വാരിയെടുക്കും. എന്നിട്ട് നേരെ വീടിന്റെ ചൂടിലേക്ക് എന്നെ കിടത്തും. അന്നേരം അച്ഛൻ്റെ നെഞ്ചിലെ രോമത്തിൽ മുറുകെ പിടിച്ച് ഞാൻ ഇങ്ങനെ കിടക്കും, നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഒച്ച ആകെ മാറിയിരിക്കും. തണുപ്പടിച്ച് ചെറിയ പനിയും പിടിക്കും. പനിക്കൂർക്ക പിഴിഞ്ഞ് വായിലേക്ക് ഇറ്റിക്കുന്ന നേരം അത്രയും അമ്മ അച്ഛനെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ കൊച്ചിനെ കൊണ്ടേ പനി പിടിപ്പിച്ചല്ലോ മനുഷ്യ നിങ്ങളെന്ന് ചോദിച്ച്. എന്റെ കൊച്ചു മിടുക്കിയ, പനിയൊക്കെ അവൾ തന്നെ പറഞ്ഞു വിട്ടോളും, അവൾ എന്റെ മോള എന്ന് പറഞ്ഞ് അച്ഛൻ നെറ്റിയിൽ മുത്തം വെക്കുമ്പോ തന്നെ പനിയൊക്കെ പുഴ കടന്നു പോകും പോലെ തോന്നും എനിക്ക്. അച്ഛൻ എന്റെ രാജാവാണ്. വൈദ്യനും മാന്ത്രികനും ഒക്കെ അച്ഛൻ തന്നെയാ. ഇങ്ങനെ ആമയും അച്ഛനും അമ്മയും പുഴയും കാടും മലയും മാത്രമുള്ള ആമയുടെ കുഞ്ഞു ലോകം, അല്ല കുഞ്ഞു സ്വർഗം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കാലിൽ നിറയെ ചോര. പേടിച്ചരണ്ട് അച്ഛനോട് പറയാൻ ഓടി നോക്കിയപ്പോൾ വെള്ളയിൽ ചുമല പുള്ളിയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവാടയിൽ ഒരു ചോരപ്പുഴ. വയറിനാണെങ്കിൽ മരണവേദനയും. വയറ് പൊത്തിപ്പിടിച്ച് കണ്ണ് നിറഞ്ഞിരുന്ന അന്ന് ഞാൻ കണ്ടു അമ്മ എന്നെ വാരി പുണരുന്നതും നീ വലിയ പെണ്ണായി എന്ന് പറയുന്നതും. ഞാൻ കരഞ്ഞ അന്ന് അവർ രണ്ടും ചിരിക്കണ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അതിനുശേഷം അമ്മ കുറേ അതിരുകൾ വെച്ചു എനിക്ക്. കാവിൻ്റെ ഭാഗത്ത് കളിക്കാൻ പോവല്ല്, അപ്പുവിൻ്റെ അടുത്ത് അധികം നേരം കൂട്ടുകൂടരുത്, അങ്ങനെ കുറേ. പിന്നെ അന്ന് വൈകുന്നേരം പുതിയ കുപ്പായങ്ങളും മധുരവും ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലേക്ക് വന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ആ വയറുവേദന എന്നെ കൊന്നുകൊണ്ടേയിരുന്നു. പിന്നെ എല്ലാ മാസവും വടക്കേപ്പറമ്പിലെ വാഗമരത്തിന്റെ ചുമന്ന പൂ പൂക്കും പോലെ ഞാനും ചുവക്കാൻ തുടങ്ങി. എവിടേക്കോ ആമയെന്ന ഞാൻ വലിയൊരു പെണ്ണായി. ഓ, നാശം പിടിക്കാൻ! ആ വായി നോക്കി മാനേജർ വിളിക്കുവാണല്ലോ. ഞാൻ പോയിട്ട് അയാളുടെ വായിലെ ചീത്തയൊക്കെ കേൾക്കട്ടെ. എന്നിങ്ങനെ പണിയെടുത്ത് മടുത്തു. ഓഫീസ് വീട് ഇങ്ങനെ തന്നെ. ശരിക്കും പറഞ്ഞ ഇത് നേരത്തെ മടുത്തതാ. പക്ഷെ ഒരു ജോലി ഉണ്ടാവുക എന്നത് അത്യാവശ്യമായതുകൊണ്ട് മാത്രം ഇങ്ങനെ പണിയെടുക്കുന്നു, അത്രമാത്രം. ഇനിയിപ്പോ ഈ വിളി ഏതേലും എക്സ്ട്രാ പണി പറഞ്ഞായിരിക്കും.
എനിക്കെങ്ങും വയ്യ ഇനിയിപ്പോ പണിയെടുക്കാൻ. കോൾ എടുക്കാതിരുന്നാലോ? വേണ്ട, നാളെ പിന്നെ ബാക്കി കേൾക്കേണ്ടി വരും. തൽക്കാലം ആമി നിനക്ക് വിടാം.